നമസ്കാരം. വേദജ്യോതിഷ പ്രകാരം നോക്കുമ്പോൾ മെയ് 20 എന്ന ദിവസം ഞാൻ ഈ പരാമർശിക്കുന്ന രാശിക്കാർക്ക് കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തീരുവാനുള്ള സാധ്യതകളുണ്ട്. എന്നാൽ ചില കാര്യങ്ങളിൽ പ്രത്യേകമായ ശ്രദ്ധ പുലർത്തിയില്ല എങ്കിൽ അത് പല വിധത്തിലും തിരിച്ചടികൾക്ക് കാരണമായി തീരാവുന്നതുമാണ്. ഏതെല്ലാം രാശിക്കാർക്ക് ഇത്തരത്തിൽ സൗഭാഗ്യങ്ങൾ ഇന്നേ ദിവസം, അതായത് മെയ് 20 എന്ന ആ ദിവസത്തിൽ സംഭവിക്കും എന്ന് വിശദമായി തന്നെ അറിയാം. ഏവരും ഒരു നിമിഷം സാക്ഷാൽ മഹാലക്ഷ്മി ദേവിയെ വന്ദിക്കുക. ഓം മഹാലക്ഷ്മിയെ നമ എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ഏവരും ശ്രദ്ധിക്കുക. ഇടവം രാശി. ഇടവം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി, മകീരം ആദ്യ പകുതി എന്നീ നക്ഷത്രക്കാർ. ഇടവക്കൂറിൽ വരുന്ന 3 നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം സൗഭാഗ്യങ്ങൾ അല്ലെങ്കിൽ അനുകൂലമായ ചില കാര്യങ്ങൾ പ്രതീക്ഷിക്കുവാൻ സാധിക്കുന്ന ദിവസമായി തന്നെ മാറാം. സൗഭാഗ്യങ്ങൾ പ്രധാനമായും അനുകൂലമായി തീരുകയും പ്രതീക്ഷിക്കാതെ തന്നെ ധനപരമായ നേട്ടങ്ങളോ അല്ലെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന, നിങ്ങൾ വിചാരിക്കുന്നതായ ചില നേട്ടങ്ങളോ ജീവിതത്തിലേക്ക് കടന്നു വരാം. സന്തോഷകരമായ നിമിഷങ്ങൾ പ്രതീക്ഷിക്കുവാൻ സാധിക്കുന്ന സമയം കൂടിയാണ് ഇത്. കൂടാതെ ഈ സമയം മാറ്റങ്ങൾ, പ്രധാനമായും ജോലിയുമായി ബന്ധപ്പെട്ട് പല വിധത്തിലും മാറ്റങ്ങൾ കടന്നു വരാവുന്ന സാഹചര്യങ്ങളുമുണ്ട്. സന്തോഷകരവും സമാധാനപൂർണവുമായ കാര്യങ്ങൾ, നേട്ടങ്ങൾ നിങ്ങളെ തേടിയെത്തി എന്ന് വരാം. കരിയറുമായി ബന്ധപ്പെട്ട് അനുകൂലമായ സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. സന്തോഷകരമായ നിമിഷങ്ങൾ, പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും മാറ്റങ്ങൾ കടന്നു വരാൻ സാധിക്കുന്ന സമയം കൂടിയാണ് ഇത്. ഈ സമയം ചെയ്യുന്നതായ പ്രവൃത്തികളിൽ ധനപരമായ നേട്ടങ്ങളോ സന്തോഷകരമായ നിമിഷങ്ങളോ വന്നു ചേരാം. എന്നാൽ ഇന്നേ ദിവസം പ്രധാനമായും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായ കാര്യം, ചില കാര്യങ്ങൾ നിങ്ങൾ അനുകൂലമാകും എന്ന് വിചാരിച്ച് അശ്രദ്ധയോടെ നീങ്ങുവാനുള്ള സാധ്യതകളുണ്ട്. അത് നഷ്ടം സംഭവിക്കുന്നതിന് കാരണമായി തീരാം. ചില വ്യക്തികളുമായി വാക്തർക്കത്തിൽ ഏർപ്പെടുവാനും അത് നിങ്ങൾക്ക് ദോഷകരമായി ബാധിക്കുവാനും സാധ്യതയുണ്ട്. അതിനാൽ അത്തരം കാര്യങ്ങളും ഒഴിവാക്കി നിങ്ങൾ മുന്നോട്ട് പോവുക. കർക്കിടകക്കൂറ്. കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരാണ് പുണർദം അവസാന കാൽഭാഗം, പൂയം, ആയില്യം എന്നീ നക്ഷത്രക്കാർ. കർക്കിടകക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഈ സമയം അനുകൂലമായ മാറ്റങ്ങൾ കടന്നു വരുന്ന സാഹചര്യമാണ് ഉള്ളത്. കൂടാതെ നിങ്ങളുടെ ജീവിതത്തിലെ പല അശ്രദ്ധയും കുറയ്ക്കുന്നതിനുള്ള അവസരങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. അത്തരം കാര്യങ്ങൾ മൂലം ഉണ്ടാകുവാനുള്ള നഷ്ടങ്ങൾ ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. ചില കാര്യങ്ങൾ വെല്ലുവിളികൾ ഉയർത്തി എന്ന് വരാം, അതിൽ സംശയം വേണ്ട. എന്നാൽ ശ്രദ്ധയോടെ തന്നെ അത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്തു തീർക്കുവാൻ അല്ലെങ്കിൽ ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. പോസിറ്റീവായ മാറ്റങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ നിങ്ങൾക്ക് സാധിക്കും. എല്ലാ അർത്ഥത്തിലും നിങ്ങളുടെ ജീവിതത്തിലെ പല പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തുവാൻ സാധിക്കുന്ന സമയമാണ്. അതീവ ജാഗ്രതയോടെ തന്നെ എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധ പുലർത്തി നിങ്ങൾ മുന്നോട്ട് പോകേണ്ടതായ സമയം കൂടിയാകുന്നു. ഈ സമയം പൊതുവിൽ നിങ്ങൾക്ക് അനുകൂലം തന്നെയാകുന്നു. ധനപരമായ നേട്ടങ്ങളിലേക്കും സന്തോഷകരമായ നിമിഷങ്ങളിലേക്കും നയിക്കാം. കുടുംബവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമായി തീരാം. കുടുംബ സൗഖ്യം ജീവിതത്തിലേക്ക് വന്നു ചേരാം. കൂടാതെ ഈ സമയം പ്രധാനമായും ജീവിതത്തിൽ അനുഭവിക്കുന്നതായ ചില പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുവാൻ സാധിച്ചു എന്ന് വരാം. ശുഭവാർത്തകൾ, സന്തോഷകരമായ നിമിഷങ്ങൾ വർദ്ധിക്കും. എന്നാൽ പ്രധാനമായും അറിയേണ്ടതായ അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യം, ഈ സമയം വാഹനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധ പുലർത്തുകയും കൂടാതെ ചില വ്യക്തികളുമായി ബന്ധപ്പെട്ട് വാക്തർക്കങ്ങൾക്കുള്ള സാധ്യതയും കൂടുതലാകുന്നു. അതിനാൽ അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തി നിങ്ങൾ മുന്നോട്ട് പോവുക. കന്നിക്കൂറ്. കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരിൽ പ്രധാനമായും ചില അനുകൂലമായ കാര്യങ്ങൾ ഈ ദിവസം പ്രതീക്ഷിക്കാം. ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം, ചിത്തിര എന്നീ നക്ഷത്രക്കാരാണ് കന്നിക്കൂറിൽ വരുന്നത്. ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം, അഥവാ ഈ രാശിയിൽ വരുന്ന വ്യക്തികൾക്ക് അനുകൂലമായ കാര്യങ്ങൾ ഈ ദിവസം പ്രതീക്ഷിക്കാവുന്നതാണ്. പല നേട്ടങ്ങളും ജീവിതത്തിലേക്ക് തേടിയെത്തുവാൻ
സാധ്യത കൂടുതലുള്ള സമയമാകുന്നു. അനുകൂലമായ സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേർന്നു എന്ന് വരാം. ആരോഗ്യ കാര്യങ്ങളിലും അനുകൂലമായ മാറ്റങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. സാമ്പത്തികപരമായ കാര്യങ്ങൾ അനുകൂലമായി തീരുന്ന സാഹചര്യങ്ങൾ വന്നു ചേരും. ആഗ്രഹിക്കുന്നത് പോലെ തന്നെ പല കാര്യങ്ങളും പൂർത്തീകരിക്കുവാൻ സാധിച്ചു എന്ന് വരാം. സന്തോഷകരമായ പല മാറ്റങ്ങളും ജീവിതത്തിലേക്ക് കടന്നു വരുന്ന സാഹചര്യമാണ് ഉണ്ടാവുക. ധനപരമായ നേട്ടങ്ങളിലേക്കും നിങ്ങളെ നയിക്കുന്നതാണ്. ഭാഗ്യം തുണയ്ക്കുന്നതായ ഈ സമയം തൊഴിൽപരമായ നേട്ടങ്ങളിലേക്ക് നയിക്കുന്നതിന് പുറമെ ചില കാര്യങ്ങൾ പുതുതായി ആരംഭിക്കുവാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ അതുമായി ബന്ധപ്പെട്ട ചില അനുകൂലമായ തുടക്കങ്ങൾ ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. ധനം ആവശ്യമുള്ള സമയമാണ്. ധനപരമായ സഹായങ്ങൾ ലഭിച്ചു എന്ന് വരാം. ധനം പ്രതീക്ഷിക്കുന്ന ഇടത്തു നിന്നും കൈകളിലേക്ക് വന്ന് ചേരുവാനുള്ള സാധ്യതകൾ ഈ സമയം കൂടുതലാകുന്നു. കൂടാതെ ചില വ്യക്തികളുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ പരിഹരിക്കുവാൻ സാധിക്കും. എന്നാൽ വാഹനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധ പുലർത്തി മുന്നോട്ട് പോകേണ്ട ഒരു സമയം തന്നെയാണ് ഉള്ളത്. അതല്ല എങ്കിൽ നിങ്ങൾക്ക് അത് ദോഷമായി ഭവിക്കും. ആരോഗ്യ കാര്യങ്ങളിലും അല്പമൊന്ന് ശ്രദ്ധ നിങ്ങൾ പുലർത്തുക. വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരാണ് വിശാഖം, അവസാന കാൽഭാഗം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രക്കാർ. വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷിക്കുന്നത് പോലെ പല കാര്യങ്ങളും ജീവിതത്തിൽ സംഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. പലതരത്തിലും അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. പല വിധത്തിലും വെല്ലുവിളികളാൽ തളർന്നു പോകുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. അത്തരം കാര്യങ്ങളെ അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കും. പ്രതിസന്ധികൾ ജീവിതത്തിൽ നിന്നും അകലുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. എല്ലാ അർത്ഥത്തിലും പ്രശ്നങ്ങളെ ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. കഠിനമായ പരിശ്രമങ്ങൾ ജീവിതത്തിൽ വിജയങ്ങൾ നേടിയെടുക്കുവാൻ അത്തരം കാര്യങ്ങൾ അനുകൂലമായി തീരുന്ന സാഹചര്യങ്ങൾ കൂടി വന്നു ചേരും. സാമ്പത്തികപരമായ ആവശ്യങ്ങൾ നിങ്ങൾക്കുണ്ട്. സാമ്പത്തികപരമായ കാര്യങ്ങളിൽ അനുകൂലമായ ഫലങ്ങൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്നു എന്നതാണ് വാസ്തവം. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പോലെ ധനം ചില വ്യക്തികളുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ പ്രതീക്ഷിക്കുന്ന ഇടത്തു നിന്നോ കൈകളിലേക്ക് വന്നു ചേരുവാനുള്ള സാധ്യതകളുണ്ട്. ചില തടസ്സങ്ങളാൽ ഒഴിവായി പോയിരുന്ന കാര്യങ്ങൾ അനുകൂലമായി തീരാം. ധനം പല വഴികളിലൂടെയും കൈകളിലേക്ക് വന്നു ചേരുകയോ പുതിയ അവസരങ്ങൾ വന്നു ചേരുകയോ ചെയ്യാം. ഇത്തരത്തിൽ കാര്യങ്ങൾ അനുകൂലമായി തീരുന്ന സാഹചര്യമുണ്ട്. കൂടാതെ ഈ സമയം പ്രതീക്ഷിക്കാത്ത വ്യക്തികളുമായി ബന്ധപ്പെട്ടും ചില സഹായങ്ങൾ ലഭിച്ചു എന്ന് വരാം. കുടുംബവുമായി ബന്ധപ്പെട്ട് അനുകൂലമായ സാഹചര്യങ്ങൾ രൂപപ്പെടാം. കുടുംബത്തിൽ നിന്നും പിന്തുണ വർദ്ധിക്കുവാനുള്ള സാധ്യതകളുണ്ട്. സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ടും സന്തോഷകരമായ നിമിഷങ്ങൾ വന്നു ചേരാം. ചില പ്രശ്നങ്ങൾക്ക് പരിഹാരം സുഹൃത്തുക്കളുടെ സഹായത്താലും കണ്ടെത്തുവാൻ സാധിച്ചു എന്ന് വരാം. എന്നാൽ ഇന്നേ ദിവസം വാഹനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ അല്പമൊന്ന് ശ്രദ്ധ പുലർത്തി മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാകുന്നു. ഇന്നേ ദിവസം ഞാൻ ഈ പരാമർശിച്ച രാശിക്കാർ ഏവരും, നക്ഷത്രക്കാർ ഏവരും സാക്ഷാൽ പരമശിവനെ വന്ദിക്കുന്നത് ഏറ്റവും ശുഭകരമാണ്. തന്നാൽ കഴിയുന്ന വഴിപാടുകൾ ചെയ്ത് മുന്നോട്ട് പോകുവാൻ ഇന്നേ ദിവസം പ്രത്യേകം ശ്രദ്ധിക്കുക. പൊതുവിൽ ഇന്നേ ദിവസം നിങ്ങൾക്ക് കാര്യങ്ങൾ അനുകൂലം തന്നെയാകുന്നു.